ഇന്നൊരു യാത്രയാണ് കേട്ടോ. യാത്ര എന്ന് പറയുമ്പോൾ ഒരു ഹോസ്പിറ്റൽ വിസിറ്റിനും പോവാം. എന്താണെന്ന് കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം, ഏത് ഹോസ്പിറ്റലാണ്. അതിന് മുന്നേ എൻ്റെ സ്കിന്നുണ്ടല്ലോ ഡ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഈ മഴ കാര്യങ്ങളൊക്കെ ഭയങ്കര ഡ്രൈ കൈയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വലിഞ്ഞിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു ഹാൻഡ് ക്രീം എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാകും കേട്ടോ. ഇപ്പോൾ കുറച്ച് നാളായിട്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇങ്ങനെ എല്ലാത്തിരി വലിച്ചില് കാര്യങ്ങളൊക്കെ ഒരു മുറിച്ചില് വലിച്ചില് അങ്ങനെയൊക്കെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ എൻ്റെ ക്രീം ഇങ്ങനെ ഇട്ടുകൊണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു ക്രീമാണ് കേട്ടോ. നല്ല ക്രീമാണ്. കുറച്ച് നേരമൊക്കെ നല്ല ആ ഒരു സോഫ്റ്റ്നെസ് ഒക്കെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ. പോകുന്ന വഴിക്ക് ഒരു മഴ കാര്യങ്ങളാണ്, പിന്നെ വെയിൽ, അങ്ങനെ ഇങ്ങനെ ട്രാഫിക് കുറേ കാര്യങ്ങളുണ്ടാണ്. ഞങ്ങൾ എത്തി. ഇതായത് ഹോസ്പിറ്റലാണ്, അതായത് ഞങ്ങളുടെ ഗൗരീഷ് ഹോസ്പിറ്റലാണ് കേട്ടോ. എൻ്റെ കഴിഞ്ഞ 2 ഡെലിവറിയും കഴിഞ്ഞത് ഇവിടെ ആയിരുന്നു കേട്ടോ. കുറേ ഓർമ്മകളെയൊക്കെ അയവിറക്കി ഇങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കാനിങ്ങിന് വിളിച്ചു അങ്ങനെ പോയി ചെക്കപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ടാബ്ലറ്റൊക്കെ തന്നു കേട്ടോ. ഇത് ലേബർ റൂമൊക്കെ കണ്ടപ്പോഴത്തേക്ക് എന്നെ വല്ലാത്തൊരു ഒരു ഓർമ്മകൾ ഇങ്ങനെ അയവിറക്കുന്ന മാതിരി ഇങ്ങനെ നല്ല ഹോസ്പിറ്റലാണ് കേട്ടോ. എനിക്ക് നല്ല ഹോസ്പിറ്റലാണ്. അവിടുത്തെ ഡോക്ടേഴ്സ് ആയിരുന്നത് നല്ല ഇതാണ് കേട്ടോ. ഇത് കണ്ടോ, സ്കിൻ ടു സ്കിൻ, അമ്മയും കുഞ്ഞും ആ ഒരു പിക്സൊക്കെ കാണുമ്പോൾ ഒരു കുഞ്ഞ് വേണം എന്നൊരു ആഗ്രഹം. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞു, ഹോസ്പിറ്റലൊക്കെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞു, നോർമലാണ്. ബേബി വെയിറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ നോർമലാണ്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അങ്ങനെ പോകുന്ന വഴിക്ക് നല്ല വിശപ്പും മഴ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഏകദേശം ഒരു ഉച്ച സമയം 2 മണിയായി. അങ്ങനെ നല്ല മഴയായിരുന്നു, നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു മൂടിയായിട്ടുള്ളൊരു ക്ലൈമറ്റ്. പാട്ട് കേട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടി നല്ല സുഖമാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇത് ഈ മതിൽ കണ്ടോ, ഈ മതിൽ എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരുപാട് ഓർമ്മകളുള്ളൊരു മതിലാണ് കേട്ടോ. ഇതൊന്നും എൻ്റെ കോളേജാണ്, ട്രിവാൻഡ്രം വഴുതക്കാട് വിമൻസ് കോളേജാണ് കേട്ടോ. എൻ്റെ ഒരു ജീവിതം തന്നെ മാറ്റിമറിച്ചൊരു കോളേജാണ് കേട്ടോ. അതിൻ്റെ കഥകൾ ഞാൻ വേറെ പിന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി നേരെ പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോയത് ബേക്കർ ജംഗ്ഷനിലെ ഫുഡ് ടെക്സ്റ്റ് അങ്ങനെ ആ ഒരു ഹോട്ടലാണ് കേട്ടോ. ഏകദേശം 2 മണിയായപ്പോഴത്തേക്കും അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. പെട്ടെന്ന് അങ്ങനെ അത്യാവശ്യം നല്ല റീച്ചുള്ളൊരു ഹോട്ടലാണ് കേട്ടോ. അതെന്ന് പറയുമ്പോഴത്തേക്കും അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. മട്ടൻ ബിരിയാണി ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത്. ഞാൻ ഇതിൻ്റെ റേറ്റൊക്കെ കേട്ടോ കൊടുത്തേക്കുന്നത്. അവിടെ ചെമ്പ് അങ്ങനെ കണക്കിനൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡും ബിരിയാണി ആയിട്ട് മാത്രമേ ഉള്ളൂ അവിടെ, ലൈമ് അങ്ങനെ ഞങ്ങളുടെ ബിരിയാണി വന്നു. അത്യാവശ്യം ഈ ഒരു ഇതെന്ന് പറയുമ്പോഴത്തേക്ക് 2 പേർക്ക് കഴിക്കാം കേട്ടോ. നല്ല ഹെവിയാണ്. ഒരൊറ്റ ബിരിയാണി എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം ഹെവിയാണ് കേട്ടോ. നല്ല സോഫ്റ്റ് മട്ടൻ, നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിൽ പ്രത്യേക ഒരു കിച്ചടി ബീട്രൂട്ടിൻ്റെ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഏകദേശം കഴിച്ചപ്പോൾ ഏകദേശം ആയപ്പോൾ തന്നെ എൻ്റെ വയറൊക്കെ നല്ല ഫില്ലായിട്ടോ. നല്ല ഫില്ലാന്ന് പറഞ്ഞാൽ ഒട്ടും സ്ഥലമില്ലാത്ത ആ ഒരു രീതിയിലായിപ്പോയി കേട്ടോ വയറ്. അങ്ങനെ എൻ്റെ വയറൊക്കെ ഞാൻ നിറച്ചു, വയറൊക്കെ നിറച്ച് തിരിച്ചു പോയാണ്. അപ്പം നമ്മുടെ ഗർഭിണിയെ കാണണ്ടേ, ഇതാണ് കേട്ടോ ഞാൻ ഗർഭിണി, ഞാനല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. ഇതെന്ന് പറയുമ്പോഴത്തേക്ക് അനിയൻ്റെ വൈഫാണ് കേട്ടോ. ഞാൻ എൻ്റെ കല്യാണം കാര്യങ്ങളൊക്കെ ഞാൻ ചാനൽ തുടങ്ങുന്ന സമയത്ത് ഇട്ടുണ്ടായിരുന്നു. ആളിപ്പോൾ പ്രഗ്നൻ്റ് ആണ്, 5 months ആയിട്ടുണ്ട്. അപ്പോൾ ആളുടെ ചെക്കപ്പിന് വേണ്ടി ഞങ്ങൾ പോയതാണ് കേട്ടോ. ആൾക്ക് ഇപ്പോൾ ഇപ്പോഴും വൊമിറ്റിങ് കാര്യങ്ങളും ടയേർഡ് അങ്ങനെ എല്ലാം ഉണ്ട് കേട്ടോ. നല്ല ബുദ്ധിമുട്ടാണ്. വരുന്ന വഴിയൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി വൊമിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്തൊരവസ്ഥയാണല്ലേ. എനിക്ക് ഈ ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ നേരെ ഫുഡ് കഴിച്ച് ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. അപ്പോൾ നാളെ കാണാം, ബൈ.